ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഓഡിയോ ആൻഡ് വിഷ്വൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനും തന്നെ അത്യാവശ്യമായുള്ള ഒരു പ്രൊഡക്റ്റാണ് ഓഡിയോ മിക്സർ. വിവിധ ബ്രാൻഡുകളുടെ പല ക്വാളിറ്റിയിലുള്ള വിവിധ കണക്ടിവിറ്റികളുള്ള ധാരാളം ഓഡിയോ മിക്സറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ ഒതുങ്ങിയതും കയ്യിൽ കൊണ്ടു നടക്കാവുന്നതും എന്നാൽ ഹൈ ക്വാളിറ്റി ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായ ഒരു കോമ്പാക്ട് ഓഡിയോ മിക്സറിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഒരു നോട്ട്ബുക്കിന്റെ മാത്രം വലിപ്പമുള്ള ഈ ഓഡിയോ മിക്സർ പ്രൊഫഷണൽ ക്വാളിറ്റി ഓഡിയോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മികച്ച ക്വാളിറ്റി നൽകുന്ന പ്രീ ആംപ്ലിഫയറുകളാണ് ഈ മിക്സറിലുള്ളത്. ഒപ്പം 2 ട്രാക്ക് ഈക്വലൈസർ, എഫക്ട്സ് കൺട്രോൾ, അതുപോലെ തന്നെ പാൻ കൺട്രോൾ, വോളിയം കൺട്രോൾ, ഇങ്ങനെ അത്യാവശ്യമുള്ള കൺട്രോളുകളെല്ലാം വളരെ ഒതുങ്ങിയ രീതിയിൽ കോമ്പാക്റ്റായി ഈ മിക്സർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡീറ്റെയിൽസും പാരാമീറ്റേഴ്സും എല്ലാം വളരെ വ്യക്തമായി കാണുന്നതിനുള്ള ഒരു ചെറിയ ഡിസ്പ്ലേ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്നതിനോ പ്ലേ ചെയ്യുന്നതിനോ ഉള്ള പെൻ ഡ്രൈവിനെ ഇവിടെ നമുക്ക് ഈ പോർട്ടിൽ കണക്ട് ചെയ്യാം. മിക്സറിൽ നിന്നുള്ള മെയിൻ ഓഡിയോ ഔട്ട്പുട്ടുകൾ പോകുന്നതും XLR കണക്ടിവിറ്റിയിലൂടെയാണ്. മൈനസ് ട്രാക്കുകളിൽ പെർഫോം ചെയ്യുന്നവർക്ക് ഇതൊരു മികച്ച ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. 5 വോൾട്ട് 1.5 ആംപിയറിൻ്റെ ചെറിയൊരു അഡാപ്റ്ററാണ് നമുക്ക് ഈ മിക്സറിനോടൊപ്പം പവർ സപ്ലൈ ആയിട്ട് കിട്ടുന്നത്. കണക്ട് ചെയ്ത് കൊടുക്കാം. ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് കണക്ടേഴ്സ്, അതായത് ജാക്കും XLR കണക്ട് ചെയ്യാവുന്ന 6 ഇൻപുട്ട് ട്രാക്കുകളാണ് നമുക്ക് ഇവിടെ ഈ മിക്സറിലുള്ളത്. അതുപോലെ തന്നെ ഓരോ ട്രാക്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 48 വോൾട്ടിൻ്റെ ഫാൻറ്റം പവർ സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് അവൈലബിൾ ആണ്. അടുത്തതായി കാണുന്ന സ്വിച്ച് നമുക്ക് ജാക്ക് പിന്നിലൂടെ കണക്ട് ചെയ്യുന്നത് ലൈൻ കണക്ടർ ആണോ അതോ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യുന്നതിനുള്ള ലൈൻ ടു ഇൻസ്ട്രുമെൻറ്റ് സെലക്ടർ സ്വിച്ച് ആണ്. വീണ്ടും നമ്മൾ ട്രാക്കിൽ നോക്കിയാൽ കാണുന്നത് 2 EQ കൺട്രോൾസ് ആണ്. ഒന്ന് HF-ഉം അതുപോലെ തന്നെ ഒന്ന് ബേസ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി കൺട്രോളുമാണ്. ഇത് ആക്റ്റീവും വളരെ സെൻസിറ്റീവുമായി തന്നെ വർക്ക് ചെയ്യുന്ന കൺട്രോൾസ് ആണ്. അതിനുശേഷം നമുക്ക് വരുന്ന കൺട്രോൾ ഈ മിക്സറിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഓഡിയോ എഫക്ട്സിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള എഫക്ട്സ് കൺട്രോളാണ്. നമ്മളിതിൻ്റെ എഫക്ട് സർക്യൂട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റുകൾ എത്രത്തോളം ഓരോ ട്രാക്കിലും വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതിനുള്ള എഫക്ട്സിൻ്റെ ലെവൽ കൺട്രോളാണ് നമുക്ക് മൂന്നാമതായി കിട്ടുന്നത്. നാലാമതായി കാണുന്ന കൺട്രോൾ ട്രാക്കിൻ്റെ സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് പാൻ, അതായത് ബാലൻസ് ചെയ്യുന്നതിനുള്ള കൺട്രോളാണ്. അഞ്ചാമത്തെ കൺട്രോളാണ് ട്രാക്കിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോളിയം കൺട്രോൾ. ഓരോ ട്രാക്കിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോളിയം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ കൺട്രോൾ ഉപയോഗിച്ചാണ്. അതേപോലെ തന്നെ ഈ 6 ട്രാക്കിൻ്റെയും ഇൻപുട്ട് കണക്ടറുകളും സ്വിച്ചുകളും കൺട്രോളുകളും എല്ലാം തന്നെ ഒരേ പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ മിക്സർ കാണാവുന്നത് 6 ട്രാക്കിൻ്റെ കൺട്രോളറിന് ശേഷം ഈ മിക്സറിലെ എഫക്ട്സിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു കൺട്രോൾ സെക്ഷനാണ്. അതിൽ ഡിലേയുടെ കൺട്രോളും അതുപോലെ റിപ്പീറ്റേഷൻ്റെ കൺട്രോളും കൂടാതെ തന്നെ നമ്മൾ അലൈൻ ചെയ്യുന്ന ഈ എഫക്ട്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള എഫക്ട് കൺട്രോളറാണ്. ഈ മിക്സറിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതിനായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട്. റെക്കോർഡിങ്ങിനും പ്ലേ ബാക്കിനുമുള്ള പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നുള്ള ഒരു USB പോർട്ട് ഉണ്ട്. ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയും അതുപോലെ തന്നെ USB പ്ലെയറിനെയും റെക്കോർഡിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്വിച്ചസും ഈ താഴെ ഭാഗത്തായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. മിക്സറിൻ്റെ മാസ്റ്റർ ഔട്ട്പുട്ട് ലെവലിംഗ് ഒക്കെ കാണുന്നതിനുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയായി MP3 എന്നൊരു കൺട്രോൾ കാണാം. ഇത് നമ്മൾ പ്ലേ ചെയ്യുന്ന മൈനസ് ട്രാക്കുകൾ അല്ലെങ്കിൽ ഈ പെൻഡ്രൈവിൽ കൂടെ പ്ലേ ചെയ്യുന്ന ഓഡിയോ ഫയൽസിൻ്റെയൊക്കെ വോളിയം കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു കൺട്രോളാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സർ ഉപയോഗിച്ച് പെൻഡ്രൈവിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന സോങ്ങിൻ്റെ ഓഡിയോ ഡാറ്റയുടെ ഒക്കെ വോളിയം കൺട്രോളും ഇതേ കൺട്രോൾ തന്നെയാണ്. ഈ കൺട്രോളിന് 2 പർപ്പസാണ് വരുന്നത്. അതിന് താഴെ ഹെഡ്ഫോണിൻ്റെ വോളിയം ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ഫോൺസിൻ്റെ കൺട്രോളാണ്. പിന്നീട് അവസാനമായി കാണുന്നത് മാസ്റ്റർ വോളിയം ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനുള്ള കൺട്രോളാണ്. ഔട്ട്പുട്ടിൽ ഒരു പ്രൊഫഷണൽ മിക്സറിലെ കാണുന്നത് പോലെ തന്നെയുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള മെയിൻ XLR ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് കണക്ടറുകളാണ്. ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൈനസ് ട്രാക്കുകളും റെക്കോർഡിംഗ് ഇൻപുട്ടും ഒക്കെ വളരെ ഈസിയായി കണക്ട് ചെയ്യുന്നതിനുള്ള 2 കണക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഇത്രയൊക്കെയാണ് വളരെ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷ് അക്കോസ്റ്റിക്സിൻ്റെ ഈ കോമ്പാക്റ്റ് മിക്സറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ മിക്സറിൻ്റെ ഫംഗ്ഷനിങ്ങിലേക്കൊന്ന് പോകാം. അതിനായി ആദ്യം നമുക്ക് ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്തുകൊണ്ട് ഈ മിക്സറിൽ നിന്നുള്ള ഓഡിയോ കേട്ടുകൊണ്ട് തന്നെ നമുക്കൊന്ന് അലൈൻ ചെയ്യാം. ഇത് മാർക്കറ്റിൽ നല്ല സെയിലുള്ള അത്യാവശ്യം മെയിൽ വോക്കലും ഫീമെയിൽ വോക്കലും നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണ്. വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൈക്രോഫോണാണ്. നമുക്ക് ഈ മൈക്രോഫോൺ ആദ്യം ഇവിടെ കണക്ട് ചെയ്യാം. XLR കേബിൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മിക്സറിൻ്റെ ഹെഡ്ഫോൺ ഔട്ടൊന്ന് ക്യാമറയിലേക്ക് കൊടുക്കാം. ഓഡിയോ കേൾക്കുന്നതിന് ക്യാമറയിലേക്ക് കൊടുക്കാം. നമുക്ക് ഡിസ്പ്ലേ ഒക്കെ തെളിഞ്ഞ് മിക്സർ ഓണായി വന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദം ഈ മൈക്രോഫോണിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ഓഡിയോ മിക്സറിൻ്റെ ശരിയായ വോയിസ് ഡെപ്ത് മനസ്സിലാക്കുന്നതിന് താല്പര്യമുള്ളവർ തീർച്ചയായും ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ വീഡിയോ കാണുക. മിക്സറിൽ നിന്ന് ഈ JTS മൈക്കിൽ കൂടെയുള്ള ഓഡിയോ ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമുക്കിതിൻ്റെ
ഈക്വലൈസർ കൺട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാം. HF നമുക്ക് നോക്കാം. ഈക്വലൈസറിൻ്റെ ഒരു റേഞ്ച് ഇതാണ്. ഒരു 2 ബാൻഡ് ഈക്വലൈസറിൽ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ മിക്സറിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് വളരെ ചെറിയൊരു ലെവലിങ്ങിൽ തന്നെ നല്ല ലെവലിലുള്ള ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് നമ്മൾ ഇൻപുട്ടിൽ വെച്ചിരിക്കുന്ന വോളിയം ലെവൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻപുട്ട് വോളിയം ലെവലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് ഹെഡ്ഫോണിൻ്റെതാണ്. ഈ ഹെഡ്ഫോൺ ഔട്ട്പുട്ട് നമ്മൾ വളരെ ഒരു ലെവലിൽ വെച്ചിരിക്കുന്നത്. ഒരു ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ മിക്സറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ലെവലിങ്സ് ഒക്കെ നമുക്ക് ഈ മിക്സറിൽ വളരെ കൃത്യമായി കിട്ടുന്നുണ്ട്. അടുത്തത് നമുക്ക് അതിൻ്റെ ഡിലേ, ഇപ്പോൾ ഓൾറെഡി ഒരു ഡിലേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെവൽ നമുക്ക് ഈ ട്രാക്കിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിൻ്റെ ഡിലേയുടെ ഒരു പെർഫോമൻസ്, ഒരു ശ്രുതി ഇട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ 3 സ്വിച്ചസിലാണ് ഇതിൻ്റെ കൺട്രോൾ. നമുക്കത് വെച്ചിട്ട് ഇതിൻ്റെ ഡിലേ നമുക്കൊന്ന് മാറ്റി അലൈൻ ചെയ്ത് നോക്കാം. ഇതിനുള്ള എഫക്ട്സ് ഒക്കെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടേസ്റ്റിനെ അലൈൻ ചെയ്യാൻ കഴിയുന്നതാണ്. സ്വാമിനാഥ പരിപാലയാജുമാ സ്വപ്രകാശ മല്ലീശ ഗുരുമുഖദേവസേനേശ സ്വാമിനാഥ പരിപാലയാശുമാ വമദേവ പാർവതി സുകുമാര വമദേവ പാർവതി സുകുമാര. നമുക്ക് ഈ മിക്സറിലൂടെ ഒരു ഓഡിയോ ഫയൽ അല്ലെങ്കിൽ ഒരു മൈനസ് ട്രാക്ക് എങ്ങനെയാണ് പെൻഡ്രൈവ് ഉപയോഗിച്ച് പ്ലേ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ പെൻഡ്രൈവ് ഈ പോർട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ കൺട്രോൾ. അപ്പോൾ തന്നെ നമുക്ക് മൈനസ് ട്രാക്ക് പ്ലേ ആവുന്നതായിട്ട് കാണാം. നല്ല ക്വാളിറ്റി, നല്ല ലെവലിംഗ് ഉള്ള ഒരു ഓഡിയോ പ്ലെയറാണ് ഇതിൻ്റെ. പ്ലേയുടെ കൺട്രോൾ ബട്ടൺസൊക്കെ നമുക്കിവിടെ ഉണ്ട്. അത് പോസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്ലേ ചെയ്യുന്നതിനും പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 2 അലൈൻമെൻറ്റിലൊന്ന് ഒരു കരോക്കെ ട്രാക്ക് പാടാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാ. അലൈൻമെന്റ് ചെറുതായി ചേഞ്ച് ചെയ്തൊക്കെ നോക്കാം. മലവാളലഞ്ഞൊരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ ശബ്ദമേ, മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ ഇരിയാനൊരുങ്ങി നിൽക്കയോ. ബ്രിട്ടീഷ് അക്വസ്റ്റിക്സ് എന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ഈ കോമ്പാക്ട് മിക്സറിൽ USB പ്ലെയറിനൊപ്പം നമ്മുടെ ഏത് പെർഫോമൻസും റെക്കോർഡ് ചെയ്തെടുക്കാവുന്ന
ഒരു മിനി സ്റ്റുഡിയോ കൂടിയുണ്ട്. അതായത് ഈ മിക്സർ ഉപയോഗിച്ച് നാം ആലപിക്കുന്ന ഗാനങ്ങൾ ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ച് ഈ മിക്സറിലേക്ക് തന്നെ ഒരു സ്റ്റുഡിയോയിൽ എന്ന പോലെ റെക്കോർഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. റെക്കോർഡിംഗ് തന്നെ നമ്മൾ ആദ്യം ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. ആ പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു സോങ് ഫയൽ, ഒരു MP3 അല്ലെങ്കിൽ ഒരു വേവ്, ഒരു ഓഡിയോ ഫയൽ നമ്മൾ ഈ പെൻഡ്രൈവിൽ ഇട്ടിരിക്കണം. അതായത് പെൻഡ്രൈവിൽ ഏതെങ്കിലും ഒരു ഫയൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മിക്സർ പെൻഡ്രൈവിനെ സെൻസ് ചെയ്യുക, അല്ലെങ്കിൽ നോ ഡിവൈസ് എന്ന് കാണിക്കും ഡിസ്പ്ലേയിൽ. എപ്പോഴെങ്കിലും നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ, ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ നോ ഡിവൈസ് എന്ന് കാണിച്ചാൽ നമ്മൾ ടെൻഷൻ ആവേണ്ടതില്ല. ഒരു സോങ് നമ്മൾ ആ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം മാത്രം ഈ മിക്സറിലേക്ക് കണക്ട് ചെയ്താൽ ഈ ഡിവൈസ് എടുക്കുന്നതായിരിക്കും. നമ്മൾ കണക്ട് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് അതിനുള്ളിലുള്ള ആ സോങ് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. കാണാവുന്നതാണ്. മൈനസ് ട്രാക്കും റെക്കോർഡിങ് നമുക്ക് ഒരേ സമയത്ത് ഒരു പെൻഡ്രൈവിൽ നിന്ന് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ മൈനസ് ട്രാക്ക് ഉപയോഗിച്ച് ഈ പെൻഡ്രൈവിലേക്ക് റെക്കോർഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും മൈനസ് ട്രാക്ക് മറ്റൊരു പ്ലെയറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ നിന്നോ നമ്മൾ മൈനസ് ട്രാക്ക് ഇൻപുട്ട് ഈ മിക്സറിൻ്റെ ഈ ജാക്ക് കണക്ടറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ട്രാക്കുകളിലേക്കോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. റെക്കോർഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് മൈനസ് ട്രാക്ക് ഒരു മൊബൈലിൽ നിന്ന് എക്സ്റ്റേണലി ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ജാക്ക് കണക്ടർ ഉപയോഗിച്ചാണ് ഇതിനെ ഈ മിക്സറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. റെക്കോർഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മൾ റെക്കോർഡിംഗ് വോളിയം സെറ്റ് ചെയ്യുന്നതിനായി മെയിൻ ഔട്ട് വോളിയം ഒരു 50%, അതുപോലെ തന്നെ MP3 പ്ലെയറിൻ്റെ വോളിയം ഒരു 60% എങ്കിലും നമ്മൾ 60 to 70% നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. ഈ രണ്ട് വോളിയം കൺട്രോൾ ഇപ്പോൾ ഈ ഓഡിയോ മിക്സറിൻ്റെ റെക്കോർഡിംഗ് വോളിയം ലെവലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൺട്രോൾ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓഡിയോയുടെ കറക്റ്റായ ലെവലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫയൽ നമുക്ക് കിട്ടുക. റെക്കോർഡിംഗ് ചെയ്യുന്നതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസ്പ്ലേയുടെ താഴെയുള്ള 4 ബട്ടണിൽ എൻ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അതൊരു ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല മോഡുകളുടെ ഐക്കൺ കിട്ടും. ഈ സ്വിച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് റെക്കോർഡിംഗ് മോഡിലെത്താം. 3ാമത്തെ സ്വിച്ച് റെക്കോർഡിംഗ് ആണ്. അവിടെ ഒരു ഷോർട്ട് എൻറ്ററിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് മോഡിലേക്ക് നമ്മുടെ മിക്സർ പ്രവേശിച്ചു. ഇപ്പോൾ റെക്കോർഡിംഗ് പോസിലാണുള്ളത്. നമ്മൾ റെക്കോർഡിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഈ എൻ്റർ സ്വിച്ചിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡിംഗ് പോസ് ചെയ്യാം. തുടർന്ന് റെക്കോർഡിംഗ് ഫയൽ സേവ് ചെയ്യുന്നതിനായിട്ട് ഇതേ എൻ്റർ സ്വിച്ചിൽ തന്നെ നമുക്കൊരു ലോങ് പ്രസ് ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ചെയ്ത ഫയൽ നമുക്ക് ആദ്യം ഓഡിയോ പ്ലെയറിൽ പ്ലേ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ പ്ലേ ബട്ടൺ ഉപയോഗിച്ച് പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്ര. മാർക്കറ്റിൽ ഏകദേശം 12,000 രൂപയോളം വില വരുന്ന ഈ പ്രൊഡക്റ്റിന്റെ ആമസോൺ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വളരെ ചെറിയതും എന്നാൽ ഹൈ ക്വാളിറ്റി ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായ ഒരു ഓഡിയോ മിക്സർ, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഓഡിയോ എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സറുകൾ, ഒപ്പം മൈനസ് ട്രാക്കുകളും കോമ്പോസിഷൻസും റെക്കോർഡ് ചെയ്യാവുന്ന ഒരു ചെറിയ ഹോം സ്റ്റുഡിയോ, ഇതെല്ലാം കൂടി ചേർന്ന ഈ കോമ്പാക്ട് ഓഡിയോ മിക്സറിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം.